കേരളം കാത്തിരിക്കുന്ന വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും കണ്ണൂരിന്റെ മണ്ണിൽ അശാന്തി പുകയുകയാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവമാകേണ്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ പയ്യന്നൂരിലെ തെരുവുകളിൽ ഇപ്പോൾ മുഴങ്ങുന്നത് അക്രമത്തിന്റെ പ്രകമ്പനങ്ങളാണ്. രാഷ്ട്രീയ പകപോക്കലുകൾ വീടുകളും വാഹനങ്ങൾക്കും നേരെ പടരുമ്പോൾ പയ്യന്നൂർ വീണ്ടും ഒരു ഭീതിയുടെ നിഴലിലാവുന്നു. വെറും വാക്കുകൾക്കപ്പുറം തങ്ങളുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന സാധാരണക്കാർ പോലും ആക്രമിക്കപ്പെടുന്നു എന്നതാണ് ഈ സാഹചര്യത്തെ ഗൗരവകരമാക്കുന്നത്. CPM-ലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം പുറത്തു കൊണ്ടുവന്ന വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചതിന്റെ പേരിൽ വീടുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു, വാഹനങ്ങൾ അഗ്നിക്കിരയാകുന്നു. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം തെരുവിലേക്ക് പടരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ അക്രമികളെ നിലയ്ക്ക് നിർത്താൻ പോലീസിന് കഴിയുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ അടിയന്തരമായി ഇടപെട്ടിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ADM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് പയ്യന്നൂരിൽ സർവകക്ഷി യോഗം ചേരും. വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തുടങ്ങിയ അക്രമ പരമ്പരകൾ രണ്ടാം ദിവസവും കൂടുതൽ തീവ്രതയോടെയാണ് തുടരുന്നത്. ജനവിധി പെട്ടിയിലായതോടെ രാഷ്ട്രീയ പകപോക്കലിന്റെ പുതിയ പതിപ്പാണ് പയ്യന്നൂരിലെ വിവിധ ഗ്രാമങ്ങളിൽ അരങ്ങേറുന്നത്. മാതമംഗലം പേരല്ലൂരിൽ നടന്ന സംഭവം അങ്ങേയറ്റം പ്രകോപനപരമാണ്. CPM-ന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചു എന്നതായിരുന്നു അക്രമികളെ പ്രകോപിപ്പിച്ചത്. പേരല്ലൂരിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഒരു സർക്കാർ ജീവനക്കാരന്റെ കാറ് കഴിഞ്ഞ രാത്രിയിൽ അക്രമികൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം ആളിപ്പടരുന്നത് കണ്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അക്രമം അവിടെയും അവസാനിച്ചില്ല. കാങ്കോൽ കരിങ്കുഴിയിൽ വി കുഞ്ഞികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിന്റെ മതിൽ ഒരു സംഘം ആളുകൾ തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ഷെഡ് പൂർണ്ണമായി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇത് കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത നീക്കമാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകൻ തന്നെയായ T പുരുഷോത്തമന്റെ വീടിന് നേരെ നടന്ന ആക്രമണവും ഇതേ പകപോക്കലിന്റെ ഭാഗമാണ്. പുരുഷോത്തമന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞുടച്ച ശേഷം മുറ്റത്തിരുന്ന കാർ പൂർണ്ണമായും കത്തിച്ചു. കുടുംബാംഗങ്ങൾ വീടിനുള്ളിൽ ഉള്ളപ്പോഴായിരുന്നു ഈ അക്രമം എന്നത് ഭീതി വർദ്ധിപ്പിക്കുന്നു. പയ്യന്നൂരിന് പുറമെ മയ്യലിലും സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയാണ് അക്രമം ഉണ്ടായത്. അക്രമികളെ പിടികൂടാൻ പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും ഒളിഞ്ഞിരുന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ തടയാൻ കഴിയാത്തത് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. പയ്യന്നൂരിലെ ഓരോ തെരുവിലും ഇപ്പോൾ വീണ്ടും ഭീതിയുടെയും അവിശ്വാസത്തിന്റെയും കരിനിഴൽ വീണിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി ബലിദാനികളായവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പിരിച്ച പണത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ വി കുഞ്ഞികൃഷ്ണനെ ഒരു വിഭാഗം പ്രവർത്തകർ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ ശക്തമായ പിന്തുണ നൽകുന്നു. ഈ വിഭാഗീയതയാണ് ഇപ്പോൾ തെരുവിലെ അക്രമങ്ങളായി പരിണമിച്ചിരിക്കുന്നത്. കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് കുറിക്കുന്നത് പോലും പാർട്ടിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് തീവ്ര വിഭാഗം കണക്കാക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണ് CPM-നെ ഇത്തരത്തിൽ അക്രമത്തിലേക്ക് നയിക്കുന്നതെന്ന് UDF ആരോപിക്കുന്നു. പരാജയ ഭീതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സമാധാനപരമായ അന്തരീക്ഷം തകർക്കുന്നതെന്നാണ് പ്രതിപക്ഷ നിലപാട്. എന്നാൽ ഈ അക്രമങ്ങളിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഇത് പ്രാദേശികമായ ചില തർക്കങ്ങളുടെ പേരിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുമാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. എങ്കിലും ആക്രമിക്കപ്പെട്ടവർ ഭൂരിഭാഗവും CPM പശ്ചാത്തലമുള്ളവരോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരോ ആണെന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നത എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു. പാർട്ടിക്കുള്ളിലെ ഈ ശുദ്ധീകരണ പ്രക്രിയയോ പകപോക്കലോ പയ്യന്നൂരിലെ സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെയാണ് തകർക്കുന്നത്. കണ്ണൂരിലെ ഈ രാഷ്ട്രീയ അസ്ഥിരത വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഇന്ന് വൈകുന്നേരം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് ഈ നിർണായക യോഗം നടക്കുന്നത്. മേഖലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ CPM, കോൺഗ്രസ്, BJP, മുസ്ലിം ലീഗ് എന്നിവരുടെ പ്രതിനിധികളും പ്രാദേശിക നേതാക്കളും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഈ പകപോക്കലുകൾ ജനാധിപത്യത്തിന് കളങ്കമാണെന്ന വിലയിരുത്തലിലാണ് ഭരണകൂടം. ഓരോ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ അണികളെ നിയന്ത്രിക്കണമെന്നും അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് തടയിടണമെന്നും യോഗത്തിൽ കർശന നിർദ്ദേശം നൽകും. വാക്കേറ്റവും ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും പിന്നാലെ വാഹനങ്ങളും വീടുകളും തകർക്കുന്ന രീതി പയ്യന്നൂരിന്റെ സമാധാന അന്തരീക്ഷത്തെ വർഷങ്ങൾ പിന്നോട്ടടിക്കുമെന്ന ആശങ്ക സാംസ്കാരിക പ്രവർത്തകരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സമാധാന യോഗത്തിലൂടെ പയ്യന്നൂരിൽ വീണ്ടും ശാന്തി തിരിച്ചു വരുമോ അതോ രാഷ്ട്രീയ ചേരിതിരിവ് കൂടുതൽ ശക്തമാകുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. വരും മണിക്കൂറുകളിലെ സമാധാന യോഗത്തിന്റെ തീരുമാനങ്ങൾ പുറത്തുവരുന്നതോടെ ഇതിൽ കൂടുതൽ വ്യക്തത ലഭിക്കും.